ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഇക്യു എന്ന സെൻ ഗുരു തൻ്റെ യാത്രക്കിടയിൽ ഒരു സെൻ ആശ്രമത്തിൽ അന്തി ഉറങ്ങാനെത്തി അവിടുത്തെ മുഖ്യ പുരോഹിതനോട് അനുവാദം ചോദിച്ചു. ഇക്യുവിന് അനുവാദം നൽകി പുരോഹിതൻ തൻ്റെ വിശ്രമ സ്ഥലത്തേക്ക് മടങ്ങി. മനോഹരമായ ആ ക്ഷേത്രം നിറയെ മരം കൊണ്ടുണ്ടാക്കിയ ബുദ്ധപ്രതിമകളായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിനകത്ത് നിന്ന് തീജ്വാലകൾ ഉയരുന്നത് കണ്ട് പുരോഹിതൻ ഞെട്ടി ഉണർന്നു. അദ്ദേഹം അങ്ങോട്ട് ഓടിയെത്തിയപ്പോൾ അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്യുവിനെയാണ് കണ്ടത്. തീ പിടിപ്പിക്കുവാനുള്ള വിറക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് പുരോഹിതൻ ദേഷ്യത്തോടെ ചോദിച്ചു. ബുദ്ധപ്രതിമകളിലെ 2 എടുത്തു എന്നായിരുന്നു ഇക്യുവിന്റെ ശാന്തമായ മറുപടി. ബുദ്ധപ്രതിമകളെ കത്തിച്ചു എന്ന് കേട്ടപ്പോൾ പുരോഹിതന്റെ കോപമടക്കാനായില്ല. നിങ്ങൾ ബുദ്ധനെ കത്തിച്ചുവോ എന്ന് അദ്ദേഹം കയർത്ത് സംസാരിച്ചു. അപ്പോൾ ഇക്യു തീ അണച്ച് അതിലെന്തോ തിരയാൻ തുടങ്ങി. ഇത് കണ്ട പുരോഹിതൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് തിരയുന്നത്? അതിന് മറുപടിയായി ഇക്യു ഇങ്ങനെ പറഞ്ഞു, ബുദ്ധന്റെ എല്ലുകൾ ഇവിടെയുണ്ടോ എന്ന് നോക്കുകയാണ്. ഇതും കൂടി കേട്ടപ്പോൾ പുരോഹിതന്റെ ദേഷ്യം ഇരട്ടിച്ചു. നിങ്ങൾക്ക് ഭ്രാന്താണോ? മരം കൊണ്ടുണ്ടാക്കിയ ബുദ്ധപ്രതിമകളിൽ എവിടെയാണ് ബുദ്ധന്റെ എല്ലുകൾ കാണുക? അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഇക്യു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, ഇതിനൊന്നും ജീവനില്ലല്ലേ, മരം കൊണ്ടുള്ളതാണല്ലേ. അങ്ങനെയാണെങ്കിൽ 2 കൂടി തീ കൂട്ടാനെടുക്കാം, കാരണം തണുപ്പിന് ശക്തി ഏറി വരുന്നുണ്ട്. ഇത് കേട്ടതും പുരോഹിതന്റെ ദേഷ്യം പരിധിക്കപ്പുറമായി. നിങ്ങളൊരു ബുദ്ധഭിക്ഷുവാണെന്ന് കരുതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തങ്ങാൻ അനുവാദം നൽകിയത്. നിങ്ങളൊരു ഭ്രാന്തനാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. ഉടനെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞ് ഇക്യുവിനെ പുറത്താക്കി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ പുറത്തേക്കിറങ്ങിയ പുരോഹിതൻ ഇക്യു തന്നെയും കാത്തു നിൽക്കുന്നതാണ് കണ്ടത്. ദേഷ്യമൊക്കെ ശമിച്ച പുരോഹിതനോട് ഇക്യു പറഞ്ഞു, സാഹചര്യം നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും സന്ദർഭോചിതമായി പ്രവർത്തിച്ചാൽ മാത്രമേ പ്രതിസന്ധികൾ നീങ്ങി ജീവിതം മുന്നോട്ട് പോകൂ. അതികഠിനമായ തണുപ്പിനെ അതിജീവിക്കണമെങ്കിൽ തീ കായുക തന്നെ വേണം. തണുത്തു വിറയ്ക്കുന്ന സമയം ബുദ്ധനോടുള്ള ആദരവ് മരം കൊണ്ടുള്ള ബുദ്ധപ്രതിമയോട് കാണിച്ചാൽ തണുത്തു വിറച്ച് മരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് താൻ ബുദ്ധപ്രതിമകളെ കത്തിച്ച് തീ കാഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഇക്യു പറഞ്ഞു. ഈ കാലഘട്ടത്തിലും രോഗം വന്നാൽ ചികിത്സിക്കാൻ മടിക്കുന്ന, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശ്രമിക്കാത്ത ആളുകളെ കാണാറുണ്ട്. ദൈവം നേരിട്ടിറങ്ങി വന്ന് രക്ഷിക്കുമെന്നതാണ് അവരുടെ മറുപടി. ജീവിതത്തെ രക്ഷപ്പെടാൻ ദൈവം പല വഴികളും കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ അത് തനിക്കായി ദൈവം നൽകിയ വഴികൾ ആണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ദൈവത്തിന്റെ ദൃശ്യ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരുന്നാൽ അവസാനം പരാജയപ്പെടേണ്ടി വരും. ശാപത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല എന്ന ക്രിസ്തുവിന്റെ വാക്കുകളിൽ നാം ഓരോന്നിനും കൊടുക്കേണ്ട പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം തന്നിരിക്കുന്ന ബുദ്ധി എന്ന നൽവരം ഉപയോഗിച്ച് വിവേകത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിടുമ്പോൾ സ്വർഗം തുറന്നിറങ്ങി വരുന്ന ദൈവത്തെ പ്രതീക്ഷിച്ച് നിൽക്കാതെ ദൈവം തന്നിരിക്കുന്ന നൽവരങ്ങളെ ഉപയോഗിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.